ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. എൻ്റെ ദൈവം എനിക്ക് നൽകുന്ന ഒരു ഉറപ്പാണ്. നിങ്ങൾ ചോദിക്കുന്നതെന്തും ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ കണ്ടെത്താനായിട്ട് സാധിക്കും. പലപ്പോഴും ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നടക്കുന്നില്ല. ദൈവത്തെ അന്വേഷിക്കാറുണ്ടോ? എൻ്റെ തിരക്കുകൾ മാറ്റി ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും എൻ്റെ തിരക്കുകളുടെ പേരിൽ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. സമയമില്ല നമുക്ക്. പല കാര്യങ്ങൾക്ക് സമയമുണ്ട്, പക്ഷെ എന്തിനാ സമയമില്ലാതെ പോകുന്നത്? ദൈവസന്നിധിയിൽ ഇരിക്കാനായിട്ടോ അവനെ കണ്ടെത്താനായിട്ടോ എനിക്ക് സമയമില്ലാതായി പോവുക. ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ശാന്തമായിട്ടിരിക്കണം. ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ ദൈവത്തെ കണ്ടെത്താനായിട്ട് എനിക്ക് സാധിക്കുക. ദൈവവുമായിട്ട് നല്ല ഒരു ബന്ധത്തില് ആയിരിക്കാനായിട്ട് എനിക്ക് സാധിക്കുക. പലപ്പോഴും തിരക്കുകളുടെ പേരില് ഈ ഒരു ബന്ധം ഇന്ന് നമ്മുടെ ജീവിതത്തില് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഈ ഒരു ബന്ധം ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് ലഭിക്കാത്ത. എന്താണ്? ചോദിക്കുന്ന കാര്യം കിട്ടത്തില്ല. നീ വിശ്വാസത്തോടെ ദൈവവുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു കൊണ്ട് നീ എന്ത് ചോദിച്ചാലും നിന്റെ ദൈവം നിനക്ക് പ്രദാനം ചെയ്യും. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ വിശ്വാസം കുറഞ്ഞു പോവുകയാണ്. ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ദൈവം ആരാണ് എന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. ഈ ബന്ധം ഇല്ലാതായി പോകുന്നത് കൊണ്ടാണ് ദൈവത്തോട് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അനുഗ്രഹങ്ങൾ ലഭിക്കാതെ പോകും. കാരണം വിശ്വാസം ഇല്ലാതെയുള്ള പ്രാർത്ഥനയായിട്ട് അത് മാറുക. അത് വെറും അധര വ്യായാമമാണ്. അതൊരിക്കലും ദൈവത്തിന്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടുകയില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ തിരക്കുകളൊക്കെ ഒന്ന് മാറ്റിവെക്കാം. ശാന്തമാവാം. ദൈവസന്നിധിയിൽ സ്വസ്ഥമായിട്ടിരുന്ന് അവനെ അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് അവനുമായിട്ട് നല്ല ഒരു സ്നേഹബന്ധം നമ്മുടെ ജീവിതത്തെ സ്ഥാപിക്കുവാനായിട്ട്, അങ്ങനെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ വന്ന് നമ്മുടെ ആവശ്യങ്ങള് ദൈവത്തോട് ഏറ്റുപറയുവാനായിട്ട്, ദൈവം നൽകുന്ന നന്മകള് സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് ഒരു ഉത്തമ ക്രൈസ്തവനായി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.